ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 5-ാം ഞായർ തിരുസഭാ മാതാവ് വചന വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നതാണ് വചന പശ്ചാത്തലം. സ്നേഹം നിറഞ്ഞവരെ, യേശുനാഥൻ്റെ അരികിൽ ഒത്തിരിയേറെ ജനങ്ങൾ വരുന്നുണ്ട്. ഗനേസരത്ത് തടാകത്തിനിരുന്ന് ഈശോ അവരോട് വചനം പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. പിന്നീട് ശിമയോൻ പത്രോസിൻ്റെ വെള്ളത്തിൽ കയറി ഈശോ അവനോട് പറയുന്നുണ്ട്, നീ ആഴങ്ങളിലേക്ക് വലയിറക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്, പക്ഷേ എനിക്കൊന്നും തന്നെ കിട്ടിയില്ലെന്ന് പറയുന്നുണ്ട്. എന്നാലും ഞാൻ നീ പറഞ്ഞത് അനുസരിച്ചോളാം. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ വാക്കിനോട് പത്രോസ് അനുസരണം പാലിച്ച് കഴിയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. വല കീറുവോളം വള്ളങ്ങൾ 2 വള്ളങ്ങൾ നിറയോളം അവിടെ മത്സ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ അത്ഭുതം സ്വീകരിച്ചതിന് ശേഷം പത്രോസ് പറയുന്നുണ്ട്, ഈശോയെ നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. അപ്പോൾ ഈശോ അവനോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ തന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറയുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഒരു ആദ്യ ശിഷ്യനെ യേശുനാഥൻ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്കും എങ്ങനെ ക്രിസ്തുവിൻ്റെ നല്ല ശിഷ്യനായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈശോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാം. ഈശോയുടെ അരികിൽ വന്നവരെ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് ഈശോ ചെയ്തൊരു കാര്യം, ആദ്യം വചനം നൽകുന്നുണ്ട്. പിന്നീട് ഈശോ വലിയ അത്ഭുതങ്ങൾ നൽകുന്നുണ്ട്. അതിനുശേഷമാണ് അവരെ അങ്ങനെ വിശ്വാസത്തിലേക്ക് ഈശോ ക്ഷണിക്കുന്നത്. അങ്ങനെ ഈശോയുടെ വിശ്വാസത്തിൽ വചനം കേട്ട് ഈശോയുടെ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് പിന്നീട് കാണുന്നത് ഒരു അനുസരണമാണ്. പത്രോസിനോട് പറയുന്നുണ്ട്, നീ ആഴങ്ങളിലേക്ക് വലയിറക്കാനായിട്ട്. പത്രോസ് എന്ന് പറയുന്നത് വലിയൊരു മുക്കുവനാണ്. നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ എവിടെ വലയിറക്കിയാലും മീനെ കിട്ടും എന്നുള്ളൊരു വലിയൊരു ധാരണയും അറിവുള്ളൊരു മനുഷ്യൻ. പക്ഷേ അവിടെയൊക്കെ എളിമപ്പെട്ട് നിൽക്കുന്ന ഒരു പത്രോസിനെ കാണാനായിട്ട് സാധിക്കും. രാത്രി മുഴുവനും വലയിറക്കി. അപ്പം മീനെ കിട്ടാൻ സാധ്യതയുള്ളത് രാത്രി കാലഘട്ടങ്ങൾ. പക്ഷേ ആ ഒരു സമയത്ത് മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ എളിമപ്പെട്ട് നിൽക്കുന്നവൻ്റെ അരികിലാണ് ദൈവം വലിയ അത്ഭുതങ്ങളൊക്കെ ചൊരിയുന്നത്. അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പാപിയാണ്, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എന്നെ ആ ഒരു അനുതാപം നിറഞ്ഞ ഒരു മനസ്സോടു കൂടെയാണ് പത്രോസ് ഈശോയുടെ അരികിൽ നിൽക്കുന്നത്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോട് കൂടെ നിൽക്കുക, അവൻ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. അപ്പോൾ എളിമയോട് കൂടെ പത്രോസ് ഈശോയുടെ അരികിലേക്ക് വരുമ്പോൾ പിന്നീട് അവൻ്റെ മനോഭാവം അത് അനുതാപത്തിൻ്റെ മനോഭാവമായി മാറുന്നുണ്ട്. തനിക്കൊരു യോഗ്യത പോലും ഇല്ലാതിരുന്നിട്ട് പോലും ഈശോ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവനിൽ അനുതാപം നിറയുന്നുണ്ട്. ഈ അനുതാപം നിറഞ്ഞ ഒരു സമയത്താണ് അവനിലുള്ള ഈശോയുടെ ദൗത്യം, ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ ദൗത്യം എന്തെന്ന് അവൻ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അവൻ മനുഷ്യനെ പിടിക്കുന്ന ഒരാൾക്കാന്ന് പറയുമ്പോൾ അത് ഒരുവനെ ജീവനിലേക്കും നിത്യജീവനിലേക്കും കൊണ്ടുവരേണ്ടത് തൻ്റെ കടമയാണ്, ദൗത്യമാണെന്ന് ഒരു നിമിഷം പത്രോസ് തിരിച്ചറിയുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നമുക്കും ഇങ്ങനെ ഒരു യഥാർത്ഥ ശിഷ്യനാകാനായിട്ട് ഈശോയുടെ വചനം കേൾക്കുന്നവരാകാം, ഈശോയുടെ വചനത്തോട് അനുസരണം പാലിക്കുന്നവരാകാം, എളിമയോട് കൂടെ ദൈവസന്നിധിയിൽ നിന്ന് അത്ഭുതങ്ങൾ സ്വീകരിക്കുന്നവരാകാം. അങ്ങനെ നമുക്കും ഈശോയുടെ ദൗത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. ആമേൻ.